ഹേ ഓൾ, ആഫ്റ്റർ ഹിയറിംഗ് ഓൾ ദീസ് ഇയർ കല്യാണമായില്ലേ? എന്താ കല്യാണം കഴിക്കാത്തെ? എപ്പോഴാ കല്യാണം? ഫൈനലി ലെസ് ദാൻ 100 years എൻ്റെ മംഗലാണ്. എൻ്റെ വീട് കണ്ണൂരും ചെറുക്കൻ്റെ വീട് കൊച്ചിയിലായതുകൊണ്ട് ഞങ്ങൾ പുടവ എടുക്കുന്നത് എറണാകുളത്ത് വെച്ചാണ്. പാലാരിവട്ട ഇടപ്പള്ളി റോഡിലുള്ള ജയലക്ഷ്മിയുടെ ബ്രാൻഡ് ന്യൂ ഷോറൂമിൽ വെച്ചാണ് ഞങ്ങൾ പുടവ എടുക്കുന്നത്. അങ്ങനെ പതിയെ എല്ലാവരും എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 12 ആയിട്ടുണ്ടായിരുന്നു. പാലാരിവട്ടത്തുള്ള ജയലക്ഷ്മിയിൽ ഞങ്ങൾ ആദ്യമാണ്. ഇതൊരു വലിയ ഷോറൂമാണ്. വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻ ഒക്കെ ഉണ്ട് അവിടെ. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, ഞങ്ങൾ ആദ്യം തന്നെ എനിക്കുള്ള പുടവയാണ് സെലക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. കല്യാണ സാരീസ് ഒക്കെ ഉള്ളത് 4th ഫ്ലോറിലാണ്. എനിക്ക് എപ്പോഴും ഈ മണവാട്ടി റെഡ് സാരീസിൽ ഒരുങ്ങി നിൽക്കുന്നതാണ് കാണാൻ കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് റെഡ് സാരീസിൽ ബ്രൈഡിനെ കാണാനാണ് കൂടുതൽ ഭംഗിയെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ചോയ്സ് റെഡ് സാരി തന്നെയായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതും റെഡ് തന്നെയായിരുന്നു. ഇവിടെ ജയലക്ഷ്മിയിലെ ഒരുപാട് നല്ല നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചേച്ചി എവിടെ നോക്കിയോ നല്ല നല്ല സാരീസ് എടുത്തുകൊണ്ട് കാണിക്കുന്നു ഉണ്ടായിട്ടുണ്ടായി. ചേച്ചിമാർ ഓരോ സാരി ഉടുപ്പിച്ച് തരുമ്പോഴും ഓരോ സാരി ഒന്നിനൊന്ന് നല്ല ഭംഗിയായിട്ട് തോന്നി. ഇതെടുക്കണോ അതെടുക്കണോ എന്നുള്ള ആകെ കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം നല്ല ഭംഗിയുള്ള റെഡ് സാരീസ്, സെറീസ് ആയിക്കോട്ടെ പാറ്റേൺ ആയിക്കോട്ടെ എല്ലാം നല്ല ഭംഗിയായിരുന്നു. ആകെ ഉണ്ടായ കൺഫ്യൂഷൻ ഏതെടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ജ്വല്ലറി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടും സാരി ഒന്ന് ഡ്രേപ്പ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കാരണം ജ്വല്ലറിയുടെ കൂടെ സാരി എങ്ങനെ മാച്ചായി പോകുന്ന കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമ്പർ ഓഫ് സാരീസിൻ്റെ ട്രയൽ ഡിസ്കഷൻ ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തു. അങ്ങനെ ഒരു ബ്രേക്കൊക്കെ എടുത്ത് നെക്സ്റ്റ് ട്രയൽ സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണ റെഡ് സാരി ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്നായി. എപ്പോഴും കളേഴ്സിൻ്റെ ഡിസ്കഷൻ വരുമ്പോൾ ബ്ലൂയിലേക്കാണ് എപ്പോഴും പോകാറ്. പക്ഷെ ബ്ലൂ കുറേയുണ്ട്. പിന്നെ സെലക്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു സാരി ഇതായിരുന്നു, റസ്റ്റ് ഓറഞ്ച് ആൻഡ് വൈൻ ബ്രൗൺ. ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ കോംബോ കൂടിയാണല്ലോ. കുറേ പേര് വെഡ്ഡിങ് സാരി ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുണ്ട്. സോ ഇത് നമ്മളുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നായി. സാരി സെലക്ഷൻ ഓൺഗോയിങ് ആയിട്ട് നടന്നുകൊണ്ടേ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് സാരി കൂടി എടുക്കാനുണ്ടായി. പിന്നെ ഈ ബ്യൂട്ടിഫുൾ പിങ്ക് സാരി, ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള ഫാബ്രിക്കിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഇത് ട്രൈ ചെയ്തപ്പോൾ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ കളർ ആൻഡ് എൻ്റെ എംബ്രോയ്ഡറി ഒക്കെ എല്ലാം നല്ലതായിരുന്നു. സോ ഇത് നമ്മൾ ട്രൈ ചെയ്തപ്പോൾ തന്നെ ഇഷ്ടമായിട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സാരി ആയിരുന്നു. സോ ഇതൊന്നും എടുത്തിട്ടുണ്ടായി. അങ്ങനെ കുറേ ബ്യൂട്ടിഫുൾ സാരീസൊക്കെ കണ്ട് ഉടുത്ത് നോക്കി ട്രയലൊക്കെ കഴിഞ്ഞ് പുടവയും സെക്കൻഡ് സാരിയും തേർഡ് സാരിയും ഒക്കെ എടുത്തിട്ട് നെക്സ്റ്റ് ഞങ്ങൾ പോയത് റണ്ണിങ് മെറ്റീരിയൽ സെക്ഷനിലേക്കായിരുന്നു. റണ്ണിങ് മെറ്റീരിയൽ സെക്ഷൻ എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു തോന്നുന്നുണ്ട്. റണ്ണിങ് മെറ്റീരിയൽ സെക്ഷനിൽ ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ബില്ലിംഗ് ടൈമായി. ബില്ല് പേ ചെയ്യുന്ന സമയം കൊണ്ട് ഫുള്ളൊന്ന് ചുറ്റും ഓടിച്ച് നോക്കുമായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര റഷാണെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ നല്ല റഷ് ഉണ്ടായിരുന്നു. വെഡ്ഡിങ് സീസണൊക്കെ വരുന്നത് കൊണ്ടായിരിക്കും എല്ലാം കുറേ പേരുണ്ടായിരുന്നു എൻ്റെ കൂടെ സാരീസൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആസ് വി കം ടു ദ എൻഡ്, പുടവ എടുക്കുക എന്നത് ഒരു ബിഗ്ഗസ്റ്റ് പാർട്ട് ഓഫ് കല്യാണം ആയതുകൊണ്ട് ഐ വാണ്ട് ടു ഷെയർ ഓൾ മൈ ഹാപ്പിനെസ് വിത്ത് യു. ദാറ്റ്സ് ഇറ്റ്. Then I'll see you in my next series. Till then, bye.